ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ ഇടയിൽ നിങ്ങൾ ചോദിച്ച സംശയങ്ങൾക്കുള്ള മറുപടി പെട്ടെന്ന് പറഞ്ഞു പോവാം. അങ്ങനെ നമുക്ക് കുറേ പേരുടെ ഡൗട്ട്സ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ജ്യോതിയാണ്. താങ്ക് യു ഡോക്ടർ. ഇപ്പോൾ മോൾക്ക് 2 വയസ്സ് 3 മാസം പാലുകൂടി നിർത്താനുള്ള തയ്യാറെടുപ്പായിരുന്നു. ഉച്ചയ്ക്ക് ഉറങ്ങുമ്പോൾ പാല് കുടിച്ചുറങ്ങും, രാത്രി ഉറങ്ങുമ്പോഴും കുടിക്കും, എന്നിട്ട് രാത്രി 2-3 തവണ കുടിക്കണം. നിർത്താനായി പറ്റുന്നില്ല. ഉറക്കം വരുമ്പോൾ തന്നെ പാല് തരുമോ എന്നാ ചോദിക്കുന്നത്. കൊടുത്തില്ലെങ്കിൽ കരച്ചിൽ, ഉറങ്ങത്തും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഒരു ഡിഫിക്കൾട്ട് സമയമാണ് പാരൻസിന്, പ്രത്യേകിച്ച് അമ്മമാർക്ക് ഇത് നിർത്തുക. തരുമോ എന്നൊക്കെ ചോദിച്ചാൽ എങ്ങനെ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ കുഞ്ഞിന് ഹെൽത്ത് വൈസ് ഇഷ്യൂസ് ഒന്നുമില്ല, അത്യാവശ്യമൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, നിങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കുഞ്ഞ് കുടിക്കുന്നത് കൊണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുഞ്ഞിൻ്റെ ആരോഗ്യം എപ്പോഴും പാല് എന്നുള്ള ആ ഒരു ബ്രസ്റ്റ് അഡിക്ഷനിലേക്ക് പോയിട്ട് കുഞ്ഞിൻ്റെ ആരോഗ്യം മോശമാവുകയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ വർക്കിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് നിർത്തിയേ പറ്റൂ. കാരണം ഇതുകൊണ്ട് കുട്ടിക്ക് കൂടുതൽ ഹെൽത്ത് ബെനിഫിറ്റ് ഒന്നും ഇനി അങ്ങോട്ട് കിട്ടാൻ പോകുന്നില്ല. 2 വയസ്സും 3 മാസമായി. അപ്പോൾ അതൊരു ഇമോഷണൽ ഇതിൽ കണ്ടിന്യൂ ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർത്തണം. നിർത്തുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ മെല്ലെ 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 നിർത്തി കഴിഞ്ഞാൽ നമുക്കും പറ്റില്ല, അവർക്കും പറ്റില്ല. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പകല് പാല് കുടിക്കുന്നതുണ്ടല്ലോ, അത് നിർത്തുക. ആ സമയത്ത് നമ്മൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടന്ന് വേറെ അറ്റൻഷനും ആക്ടിവിറ്റീസും കളിപ്പിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ കൊണ്ടുവന്ന് ആ കാര്യം അങ്ങ് മറക്കുക. പിന്നെയുള്ളതാണ് രാത്രിയുടെ സമയത്ത് ഉറങ്ങാൻ നേരത്തും കുഞ്ഞിനെ നമ്മൾ ഉണർന്നിരിക്കുകയാണല്ലോ, ആ സമയത്തും നിങ്ങൾക്ക് തോളത്തിട്ടിട്ടും കഥ പറഞ്ഞു കൊടുത്തും അങ്ങനെയൊക്കെ ആയിട്ട് പതുക്കെ വാശിയില്ലാത്ത രീതിയിൽ ചെയ്യാം. രാത്രി എണീറ്റ് കരയുന്ന സമയത്ത് വേണമെങ്കിൽ പാല് കുറച്ച് ദിവസം കൊടുക്കാം, പിന്നെ അതും കൊടുക്കരുത്. ആ സമയത്ത് കരയുന്നുണ്ട് ചോദിക്കുമ്പോൾ നമ്മൾ തോളത്തെടുത്തിട്ട് അവിടെ മുറിവാണ്, വല്ലാതെ വേദന വരുന്നുണ്ട്, അമ്മയ്ക്ക് അത് വേദന വന്ന അമ്മയ്ക്ക് കരച്ചിൽ വരും, ആ രീതിയിലൊക്കെ പറഞ്ഞു കൊടുത്ത് തോളത്തെടുത്ത് നടത്തേണ്ടി വരും. അങ്ങനെയാണെങ്കിലേ നമുക്കത് നിർത്താൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ഉറക്കം പോവും, ഒരു ആഴ്ചത്തേക്ക് നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, കുഞ്ഞും ഇങ്ങനെ ഇറിറ്റബിളായിട്ടിരിക്കും. പിന്നെ ഇതെനിക്കുള്ളതല്ല എന്നുള്ള രീതിയിലേക്ക് കുഞ്ഞ് മാറുമ്പോൾ കുഞ്ഞ് അത് നോർമലായിട്ട് ഇതായിക്കോളും. ഈ ട്രാൻസിഷൻ പീരീഡ് എന്ത് പറഞ്ഞാലും എല്ലാവർക്കും ഒരു സ്ട്രെസ്ഫുൾ ആണ്. ഇപ്പം ഞാനും ഒക്കെ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ പോയതല്ലേ. പക്ഷെ നമുക്ക് ഗ്രാജുവലി നിർത്തിയേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷൻ എത്തുമ്പോൾ നിർത്തണം. അതിന് നമ്മൾ കുറച്ചുകൂടി ധൈര്യം കാണിക്കണം. അങ്ങനെ ആകുമ്പോൾ കുഞ്ഞിനും അമ്മയ്ക്കും നല്ലതേ വരുള്ളൂ. ദെൻ അടുത്താണ് ബിബിനാണ്. ഹേ ഡോക്ടർ, എങ്ങനെയാ ഡോക്ടർ മനസ്സ് അറിഞ്ഞ് എല്ലാം വീഡിയോ ഇടുന്നത്? താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ ദ കമൻറ്റ്. ദെൻ സമീറയാണ്, ആഗ്രഹിച്ച ടോപ്പിക്. താങ്ക് യു. ഹായ് സമീറ. ദെൻ റൂബിനാണ്, വെരി യൂസ്ഫുൾ വീഡിയോ, താങ്ക് യു ഡോക്ടർ, ഗോഡ് ബ്ലെസ് യു. ഹായ് റൂബിൻ. ദെൻ ദീപ്തിയാണ്, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വീഡിയോ, ഓൾ യുവർ വീഡിയോസ് ആർ ഹെൽപ്ഫുൾ. താങ്ക് യു ദീപ്തി. ദെൻ അനുജ, കാത്തിരുന്ന വീഡിയോ. ഹായ് അനുജ. ദെൻ അങ്ങനെ കുറേ പേര് താങ്ക് യു ആണ് അടുപ്പിച്ച് വരുന്നിരിക്കുന്നത്. മിഥില, ഹരിത്ത്, നൗഫൽ, ഹായ്. ദെൻ ഒരു ID, അങ്ങനെ കുറേ താങ്ക്സ് ആണ് കേട്ടോ. ദെൻ അടുത്തത് ഐശ്വര്യയാണ്. ഹായ് മാം, പ്ലീസ് ടോക്ക് അബൌട്ട് ട്രിഗർ ഫിംഗർ. ട്രിഗർ ഫിംഗർ എന്ന് പറഞ്ഞാൽ യൂഷ്വലി കുഞ്ഞുങ്ങളുടെ കയ്യിൽ നമ്മൾ ട്രിഗർ എന്ന് പറഞ്ഞാൽ നമ്മളല്ലേ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ തോക്കൊക്കെ ഇടുന്ന അതിനെയാണല്ലോ നമ്മൾ ട്രിഗർ എന്ന് പറയാം, ഇങ്ങനെ വെച്ചിട്ട് ഒറ്റ വിടുന്ന. അതുപോലെ കുഞ്ഞുങ്ങളുടെ ടെൻഡൺ വരുന്ന ഒരു സംഭവമാണ് ട്രിഗർ ഫിംഗർ എന്ന് പറയുന്നത്. ടെൻഡൺ എന്ന് പറഞ്ഞാൽ മസിൽ ബോണുമായിട്ട് അറ്റാച്ച് ചെയ്യാനുള്ള സാധനമാണ്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ഫിംഗറൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കും കുഞ്ഞ് വെറുതെ ഇങ്ങനെ പിടിക്കുക എന്നൊക്കെ വിചാരിക്കും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ഒന്നിങ്ങനെ ആക്കി നോക്കാം. ആക്കി നോക്കുമ്പോൾ അത് സ്റ്റിഫായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ട്രിഗർ ഫിംഗർ ആണ്. നിങ്ങളുടെ അടുത്തുള്ളൊരു ഓർത്തോപീഡീഷ്യനെ കാണിച്ചിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും കേട്ടോ. അത് വെച്ചോണ്ടിരിക്കരുത്. വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിലും അത് ബുദ്ധിമുട്ടുണ്ടാക്കും. ദെൻ മിയ എന്നുള്ളതാണ്. ഓ മൈ ഗോഡ്, കാത്തിരുന്ന വീഡിയോ, താങ്ക് യു സോ മച്ച് ഡോക്ടർ, യു ആർ അമേസിങ്, താങ്ക് യു. ദെൻ പിന്നെയും കുറേ താങ്ക് യൂസ് ആണ്. എല്ലാവർക്കും എൻ്റെ തിരിച്ചുള്ള നന്ദി അറിയിക്കുന്നു. ഇനി IG ലെവൽ ഹൈ ആയ കുട്ടികൾക്ക് ആതിരയാണ്, കുട്ടികൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കണോ? എൻ്റെ മോന് 6 months മുതൽ ഫുഡ് അലർജി ഉണ്ട്, 2 വയസ്സായി, വീറ്റ് അലർജി, മിൽക്ക് ഐറ്റംസ്, എഗ്ഗ്, ഗീ, റാഗി എല്ലാം ഫാമിലിയിൽ ആർക്കും
ഇല്ല, ഫാമിലി ആർക്കും ഇതില്ല. വെയിറ്റ് ഉണ്ടായിരുന്നു, ഡോക്ടർ പറയും സ്കിൻ അലർജിയാണ് മെയിനായിട്ട്. സോ നമ്മൾ പറയുന്നത് ഈ IgE കൂടുന്നത് എന്ന് പറഞ്ഞാൽ IgE കൂടിയത് കൊണ്ടല്ല ഇവർക്ക് അലർജി ഉണ്ടാകുന്നത്. അലർജി കൂടുമ്പോൾ പൊന്തുന്ന ഒരു ഇമ്മ്യൂണോഗ്ലോബുലിനാണ് ഈ IgE എന്ന് പറയുന്നത്. അപ്പോൾ കുഞ്ഞിന് അലർജിയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അല്ല അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ പറഞ്ഞ് കേട്ടിട്ട് സ്കിൻ അലർജി ഉണ്ട്, അപ്പോൾ അത് പ്രോപ്പറായിട്ട് നിങ്ങളുടെ പീഡിയാട്രിഷ്യൻ്റെയും സ്കിന്നിൻ്റെ ഡോക്ടറെയും കൂടി ഒരുമിച്ചുള്ളതിലൂടെ മുന്നോട്ട് പോയാൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പലതും ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ആശ്വാസമുള്ളൊരു കാര്യമാണ്, പലതും ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നതോ അല്ലെങ്കിൽ കുറേ കാലം നിൽക്കുന്നതോ ഒന്നുമല്ല. അപ്പം നിങ്ങൾ സമാധാനപ്പെടുക, ടെൻഷൻ അടിക്കണ്ട. ഒരു പെർട്ടിക്കുലർ ഏജ് എത്തുമ്പോൾ അത് കുറഞ്ഞോളൂ. അപ്പം നമ്മൾ എങ്ങനെ കൊണ്ടുപോകണം, ഇപ്പം അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞിനെ അവർ വളർത്തുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ നമ്മുടെ കുഞ്ഞിനെ കൊണ്ടുപോകേണ്ടത്. അലർജി ഉള്ളതുകൊണ്ട് കുറച്ച് ശ്രദ്ധയൊക്കെ കൂടുതൽ വേണ്ടി വരും. അപ്പം ആ രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ യാതൊരുവിധ പ്രശ്നവുമില്ല. അപ്പം ടെൻഷൻ ആവാതിരിക്കുക കേട്ടോ. പിന്നെ രചനയാണ്, മാർച്ച് 30-ന് 2 വയസ്സാവും, ഫീഡിങ് എങ്ങനെ നിർത്തുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. താങ്ക് യു ഡോക്ടർ. ഹായ് രചന. പിന്നെ മെഹനാസാണ്, ഒരു ഡൗട്ട്, ബ്രസ്റ്റ് മിൽക്ക് നിൽക്കാൻ മെഡിസിൻ കഴിച്ചാൽ പിന്നെ മിൽക്ക് വരാൻ പാടാണെന്ന് പറയുന്നു. ഇസ് ദർ എനി ഫാക്ടർ? അതായത് ഇപ്പം ബ്രസ്റ്റ് മിൽക്ക് നിൽക്കാൻ നമ്മൾ മെഡിസിൻ കഴിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അത് നിന്ന് കഴിഞ്ഞ് ഇപ്പോഴത്തെ ഈ സമയത്ത് നമുക്കിനി ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞിട്ട് കുഞ്ഞിന് ഫീഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് വരില്ല. പക്ഷെ നെക്സ്റ്റ് പ്രഗ്നൻസിയിൽ വരും. കാരണം അപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഹോർമോൺസ് ഉണ്ടാവും, ഹോർമോൺസ് ഉണ്ടാവും, ബ്രസ്റ്റിൽ നിന്ന് മിൽക്ക് വരും കേട്ടോ. ഈ ഒരു സമയത്തിന് വരില്ല എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ ആഷിക്കാണ്, ഡോക്ടർ ഇത് എപ്പോൾ ആണ് ഓൺലൈൻ കൺസൾട്ടേഷൻ ഉപയോഗിക്കുന്നത്? ഞാൻ ഡോക്ടർ ആണ്, എനിക്കും സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു, കൈൻഡ്ലി റിപ്ലൈ എന്നുള്ളതാണ്. യൂഷ്വലി ക്യുക്ക് ഡോക്ടർ എന്നുള്ളൊരു ആപ്പിലൂടെയാണ്, ക്യുക്ക് ഡോക്ടർ എന്നുള്ള ആപ്പിലൂടെയാണ് ചെയ്യുന്നത്. ദെൻ താങ്ക് യു ഡോക്ടർ, എൻ്റെ മോൾക്ക് മാർച്ച് 16-ന് 3 വയസ്സായി, ഇനി ബ്രസ്റ്റ് ഫീഡിങ് നിർത്താൻ ആലോചിക്കുന്നു. താങ്ക് യു. ദെൻ ശ്രേയാണ്, ബ്രസ്റ്റ് ഫീഡിങ് 1 വയസ്സിൽ നിർത്തിയാൽ രാത്രി പിന്നെ എന്തെങ്കിലും കൊടുക്കണോ എന്നുള്ളതാണ് കേട്ടോ. അയ്യോ, ബ്രസ്റ്റ് ഫീഡിങ് നമ്മൾ ഒരിക്കലും 1 വയസ്സിൽ നിർത്താൻ പറയില്ല. ഐഡിയലി 2 ഇയേഴ്സ് വരെയെങ്കിലും അവർക്ക് ആ ഗ്രോത്തിന് ആവശ്യമുണ്ട് ബ്രസ്റ്റ് മിൽക്ക്. അഥവാ ബ്രസ്റ്റ് മിൽക്ക് തീരെ ഇല്ലാതെ അങ്ങ് നിന്ന് പോയതോ അല്ല ചിലപ്പോൾ കുട്ടികൾ തന്നെ നിർത്തുമല്ലോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജ്യൂസോ കഞ്ഞിവെള്ളം എന്തെങ്കിലുമൊക്കെ വെള്ളമായിട്ട് രാത്രി എണീക്കുമ്പോൾ കൊടുക്കണം. കാരണം ഇപ്പോൾ പ്രത്യേകിച്ചും സമ്മറാണ് നാട്ടിലൊക്കെ, അപ്പോൾ എന്തായാലും ഡീഹൈഡ്രേറ്റഡ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. ദെൻ ഷാരു എന്നുള്ളതാണ്, ഡോക്ടർ എൻ്റെ മോൾക്ക് 7 മാസമായി കുറുക്കൊന്നും കഴിക്കുന്നില്ല, ഭയങ്കര ഓക്കാനം വരുന്നു, വായിൽ വെക്കാൻ ഫുഡ് സമ്മതിക്കുന്നില്ല, മിൽക്കും വെള്ളം ഒന്നും കുടിക്കുന്നുണ്ട്, അത് കുഴപ്പമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറുക്കിൻ്റെ ടേസ്റ്റ് കുഞ്ഞിന് ഇഷ്ടാവില്ല. ഓരോ കുഞ്ഞിൻ്റെയും ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ് കേട്ടോ, എല്ലാവരും അത് മനസ്സിലാക്കണം. ഈ ചില കുട്ടികൾക്ക് റാഗി മധുരമൊന്നും തീരെ ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ ആ കുട്ടികൾക്ക് ചിലപ്പോൾ പുളി അങ്ങനെയൊക്കെ ആയിരിക്കും ഇഷ്ടമുള്ളത്. അപ്പോൾ നിങ്ങൾ അതിലേക്ക് അധികം മധുരം ഇടാതെ നമ്മൾ കൊടുത്തു നോക്കാം. റാഗി അല്ല, ചിലപ്പോൾ കായപ്പൊടി മാറ്റേണ്ടി വരും, സൂചി ഗോതമ്പ് മാറ്റേണ്ടി വരും, നവരരി വേണ്ടി വരും, അല്ലെങ്കിൽ ചെറിയരി അങ്ങനത്തെയൊക്കെ ആക്കി മാറ്റി കൊടുത്ത് നോക്കണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കൊടുക്കാൻ പറഞ്ഞാൽ കുട്ടികൾ മെജോറിറ്റി ഒന്നും കഴിച്ചു എന്ന് വരില്ല. അപ്പം അവരുടെ ടേസ്റ്റ് ഏതാന്നുള്ളത് ട്രയൽ ആൻഡ് എറർ വഴിയേ നമുക്ക് മനസ്സിലാവുള്ളൂ. ദെൻ ഫാത്തിമയാണ്, ഹൈ മാം, എൻ്റെ മോൾക്ക് 4 മാസം കംപ്ലീറ്റ് ആയി, അവൾക്ക് നല്ല കഫക്കെട്ടുണ്ട്, 2 തവണ ഡോക്ടറെ കാണിച്ചു, ബ്ലഡ് ചെക്ക് ചെയ്തു, ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ട്. പിന്നെ വലിയ ലോങ് മെസ്സേജാണ്. പിന്നെ വീക്കിന് ശേഷം റെസ്പ്യൂൾ വെച്ച് മരുന്ന് വരെ നെബുലൈസ് ചെയ്യാൻ പറ്റുമോ? കഫക്കെട്ട് മാറാൻ എന്താണ് ചെയ്യേണ്ടത്? അവൾക്ക് HB കുറവാണ്, ടോണഫ്രോൺ ഡ്രോപ്സ് കൊടുക്കുന്നുണ്ട്, ഈ ഡ്രോപ്സിന് പകരം വേറെ ഡ്രോപ്സ് കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ കുട്ടിക്ക് കഫക്കെട്ടുണ്ട്, ബ്ലഡ് കമ്മിയുണ്ട്. കഫക്കെട്ടുള്ളപ്പോൾ കുട്ടി ഭക്ഷണമൊന്നും കഴിക്കില്ല, ബ്ലഡ് പിന്നെയും കുറയും, ബ്ലഡ് കുറയുമ്പോൾ പിന്നെയും കുഞ്ഞിൻ്റെ പ്രതിരോധ ശേഷി കുറയും, പിന്നെയും കഫക്കെട്ട് വരും. ഇറ്റ്സ് വിൽ ബി എ വിഷ്യസ് സൈക്കിൾ. അപ്പോൾ ഇങ്ങനെ ഈ സൈക്കിളിൽ നമ്മൾ കുഞ്ഞിനെ നമ്മൾ കറക്റ്റ് രീതിയിൽ മാനേജ് ചെയ്യണം. ആദ്യത്തെ 3 മാസം ഒരു ടഫായിരിക്കും, പിന്നെ അസുഖങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്ത് പോയാൽ 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിക്ക് പ്രതിരോധ ശേഷി വരും, കഫക്കെട്ട് കുറയുകയും ചെയ്യും. അപ്പോൾ ഈ മരുന്ന് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് ഈ പബ്ലിക്കായിട്ട് മരുന്നിന് പകരമുള്ള മരുന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ കാണിച്ച ഡോക്ടറെ തന്നെ കാണിച്ചിട്ട് ഈ മരുന്നൊന്നും മാറ്റിത്തരാൻ പറയും. അപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തരും. കാരണം അതിൻ്റെ ഡോസ്, കുഞ്ഞിൻ്റെ വെയിറ്റ് അതെല്ലാം അനുസരിച്ചാണ് നമുക്ക് മരുന്നുകളൊക്കെ മാറ്റേണ്ടി വരിക. അതുകൊണ്ടാണ് കേട്ടോ. ദെൻ
ഷംനീസ് എന്നുള്ളത് ഷനീസാണ്. പനീർ ചീസ് ആൻഡ് നട്ട്സ് എപ്പോൾ മുതൽ കുട്ടികൾക്ക് കൊടുക്കാം, എന്തൊക്കെ നട്ട്സ് പറ്റും എന്നുള്ളത്. ഓക്കെ, നമുക്കപ്പോൾ നട്ട്സ് എന്തൊക്കെ പറ്റും എന്ന് വെച്ചാൽ കപ്പലണ്ടി, ബദാം, കാഷ്യൂ, പിസ്ത എല്ലാം പറ്റും കുട്ടികൾക്ക്. അതിലെപ്പോഴും ഞാൻ പറയാം കാലറി ബോംബ് എന്ന് പറഞ്ഞാൽ നമ്മൾ കപ്പലണ്ടിയാണ്. അത് യൂഷ്വലി കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾക്ക് അതായത് ഫസ്റ്റ് നമ്മൾ തുടങ്ങുമ്പോൾ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ സെറിയൽസ് എന്ന് പറയുന്ന സാധനമില്ല തുടങ്ങുക, ചോറ്, അരി, ഗോതമ്പ് എന്നുള്ള സാധനങ്ങൾ. അത് കുഞ്ഞിന് ദഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പയറുവർഗ്ഗങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അതായത് ഞാൻ പറഞ്ഞില്ലേ പരിപ്പ്, ചെറുപയർ പരിപ്പ്, കടല അങ്ങനത്തെ സാധനം മിക്സ് ചെയ്ത്. അപ്പോൾ ഈ നട്ട്സിലൊക്കെ ഉള്ളത് പ്രോട്ടീൻ തന്നെയാണ്. അപ്പോൾ ഈ കടല, പരിപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുട്ടി ദഹിച്ച് തുടങ്ങിയെന്ന് തോന്നി പതുക്കെ നിങ്ങൾ ഒരു 7 മാസം അല്ലെങ്കിൽ 8 മാസമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് പതുക്കെ നട്ട്സ് കൊടുത്തു കൊടുക്കാം. നട്ട്സ് എന്ന് പറയുമ്പോൾ നട്ട്സ് മാത്രമായിട്ട് കൊടുക്കരുത്. അപ്പോൾ ചിലപ്പോൾ അവർക്ക് ദഹനത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ട് ഞാൻ ചിലപ്പോൾ ലൂസ് സ്റ്റൂൾസൊക്കെ കുട്ടികൾക്ക് കാണാറുണ്ട്. അങ്ങനെയാകുമ്പോൾ കുറച്ച് ആദ്യം കൊടുക്കുമ്പോൾ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ട്രൈ ചെയ്യുക, പിന്നെ അത് 1 ടീസ്പൂൺ 2 സ്പൂൺ അങ്ങനെ ആക്കിയിട്ട് നിങ്ങൾക്ക് കൂട്ടിയിട്ട് കൊടുക്കാം. അമൃതം പൊടിയിലും നമുക്ക് നല്ല പ്രോട്ടീൻ ഉള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഒറ്റയടിക്ക് അമൃതം പൊടി കൊടുക്കുമ്പോൾ ചില കുട്ടികൾക്ക് ലൂസായിട്ട് വയറ്റുന്നു പോകുന്നു എന്ന് പറയാറുണ്ട്. അതും അത് കുറച്ച് കുറച്ച് കൊടുത്ത് പതുക്കെ കൂട്ടാം. അപ്പോൾ ജനറലി പറയുമ്പോൾ നിങ്ങൾ 6 മാസത്തിൽ തുടങ്ങി ഒരു 7 മാസമൊക്കെ കഴിഞ്ഞ് 8-ാം മാസം തുടങ്ങുമ്പോൾ മുതൽ നട്ട്സ് നിങ്ങൾക്ക് കൊടുത്തു തുടങ്ങാം. പിന്നെ ചീസൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും അതിൽ ഫാറ്റായിട്ടല്ല ഉള്ളത്. അപ്പോൾ ചീസൊക്കെ നിങ്ങൾക്ക് ഈ സമയം പോലെ തന്നെ 7 മാസം 8 മാസം ആ സമയത്ത് കൊടുക്കാം. പനീർ എപ്പോഴും നോക്കേണ്ടത് നമുക്ക് മിൽക്കിൻ്റെ സോളിഡ്സ് ആണ്. അപ്പോൾ ചില കുട്ടികൾക്ക് മിൽക്ക് അലർജി ഉണ്ട് എന്നുണ്ടെങ്കിൽ മിൽക്ക് സോളിഡ്സ് ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടാവാം. വയറ്റിളക്കോ അല്ലെങ്കിൽ കഫക്കെട്ട് പോലെയൊക്കെ ചില കുട്ടികൾക്ക് വരാം, അലർജി ഉള്ള കുട്ടികൾക്ക്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ഫുഡ് ചാർട്ടിൻ്റെ 6 മാസം മുതൽ 12 മാസം വരെയുള്ള കുട്ടികളുടെ ഫുഡ് ചാർട്ട് ഒന്ന് കേട്ട് നോക്കും. ആ രീതിയിൽ ഫുഡിന് കൊടുത്ത് വരുമ്പോൾ മുട്ടയൊക്കെ കൊടുത്തിട്ട് കുഞ്ഞിന് വലിയ അലർജി അങ്ങനെയൊന്നും തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. യൂഷ്വലി നമ്മൾ പറയുന്നത് 1 ഇയർ ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ ഈ പനീറൊക്കെ കൊടുത്ത് വേണമെങ്കിൽ കൊടുക്കാം എന്ന് പറയുന്നത്. ബിക്കോസ് നിങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്കൊക്കെ ഉള്ളപ്പോൾ കുട്ടിക്ക് മിൽക്കിൻ്റെ സാധനങ്ങളെല്ലാം നമുക്ക് കുട്ടിക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാം പതുക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് 1 ഇയർ ആകുമ്പോൾ നമ്മൾ പറയും ഫാമിലി പോട്ട് ഡയറ്റ് എന്നാണ് പറയാം. ഫാമിലിയിൽ ഒരാൾ എന്താണോ കഴിക്കുന്നത് അതെല്ലാം കഴിക്കണം. എപ്പോഴും പറയുന്ന പോലെ അമ്മ കഴിക്കുന്നതിൻ്റെ പകുതി ക്വാണ്ടിറ്റി കുട്ടി 1 വയസ്സാകുമ്പോൾ കഴിക്കണം. അപ്പോൾ അമ്മ കഴിക്കുന്ന എല്ലാം കുഞ്ഞിന് 1 വയസ്സാകുമ്പോൾ കൊടുക്കാം. എക്സെപ്റ്റ് വേറെ മൃഗങ്ങളുടെ മിൽക്ക്, കൗസ് മിൽക്ക്, ഗോഡ്സ് മിൽക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ 2 വയസ്സിന് ശേഷം. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് ഫിസ, അവിടെ കുറേ താങ്ക്സ് ആണ്. ദെൻ റിൻഷിയാണ്. മാം എൻ്റെ മോന് ബർത്ത് വെയ്റ്റ് 3.450 ആയിരുന്നു. ഇപ്പോൾ കുഞ്ഞ് 9 months ആയി. 11.5 ഉള്ളത് ഓവർ വെയ്റ്റ് ആണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഓക്കെ, 9 മാസം 11.4 എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ കുഞ്ഞിന് നോർമൽ രീതിയിലുള്ള ബ്രസ്റ്റ് മിൽക്കും ഫുഡ് ഐറ്റംസേ കൊടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഓക്കെ. അല്ല നിങ്ങൾ ഈ വാങ്ങുന്ന പ്രോസസ്ഡ് ടിന്നിലുള്ള ഫുഡൊക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിർത്തിക്കോളൂ. നമുക്ക് അറിഞ്ഞുകൂടാ അതിലെ കണ്ടൻസ് ഒക്കെ എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ നോർമൽ വെയിറ്റുള്ള ഫുഡും ബ്രസ്റ്റ് മിൽക്കും കണ്ടിന്യൂ ചെയ്യാം. വീഡിയോ ഒത്തിരി നീണ്ടു പോകാതിരിക്കാൻ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ബാക്കിയുള്ള കമൻസൊക്കെ അടുത്ത വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.